നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയായിരുന്നു. ലക്ഷ്മി ദേവി എന്ന് വെച്ചാല് ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും ഒക്കെ ദേവതയാണ്. വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി പൂജ ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് അഷ്ടലക്ഷ്മിയുടെയും കൂടെ അനുഗ്രഹമാണ്. കയ്യിലുള്ള ഫോട്ടോയോ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹമുണ്ടെങ്കിൽ അതോ നമുക്ക് എടുക്കാവുന്നതാണ്. ആദ്യം തന്നെ ഞാൻ വെള്ളം കൊണ്ട് ധാര ചെയ്തു. അതിനുശേഷം പനിനീര് കൊണ്ട് അഭിഷേകം ചെയ്തു. അതിനുശേഷം ഒരു തുണി വെച്ചോ ടവല് വെച്ചോ ടിഷ്യൂ പേപ്പർ വെച്ചോ നമുക്ക് തുടച്ചെടുക്കാം. ഞാൻ ടിഷ്യൂ വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തു. അതിനുശേഷം വിഗ്രഹം നമ്മൾ എവിടെയാണോ പൂജ ചെയ്യുന്നത് അവിടെ സ്ഥാപിക്കുക. അതിൻ്റെ അടുത്തായിട്ട് നമുക്ക് വിഘ്നേശ്വരൻ്റെ ഒരു വിഗ്രഹമോ ഫോട്ടോയോ ഉണ്ടെങ്കിൽ അതും കൂടെ വെക്കുക. ആദ്യം നമ്മൾ പൂജ ചെയ്യുമ്പോൾ വിഘ്നേശ്വരനെ വേണം വണങ്ങാനായിട്ട്. എന്ത് പൂജ ചെയ്യുമ്പോഴും ആദ്യം സ്മരിക്കേണ്ടതും പൂജ ചെയ്യേണ്ടതും വിഘ്നേശ്വരനാണ്. ഞാൻ മുല്ലപ്പൂവ്, നല്ല സുഗന്ധമുള്ള മുല്ലപ്പൂവ് ദേവിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മുല്ലപ്പൂ മാലയാണ് ഞാൻ ദേവിക്ക് ചാർത്തിയത്. ഗണപതിക്കും അത് തന്നെ വെച്ചു കൊടുത്തു. അതിനുശേഷം ചന്ദനവും കുങ്കുമവും നെറ്റിയിൽ ചാർത്തി. പൂജയ്ക്കെടുക്കുന്ന വിളക്കുകളിലും തളികകളിലും ചന്ദനവും പൊട്ടും വെച്ചു കൊടുത്തു. ലക്ഷ്മി വിളക്കും 4 ചെറിയ വിളക്കുകളുമാണ് ഞാൻ എടുത്തത്. ഒരു വിളക്ക് വിഘ്നേശ്വരനും ബാക്കി വിളക്കുകളെല്ലാം ലക്ഷ്മി ദേവിക്കും വേണ്ടിയാണ് ഞാൻ തെളിയിച്ചത്. ടോട്ടൽ 5 വിളക്കുണ്ടായിരുന്നു. വിളക്കുകൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇത്ര വിളക്ക് എന്നൊന്നുമില്ല, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ചെറിയ വിളക്കുകൾ എടുത്തത് ഒരു പൂജയ്ക്കുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെറിയ വിളക്കുകൾ ഞാൻ എടുത്തത്. വലിയ വിളക്ക് എടുക്കേണ്ടവർക്ക് അത് അങ്ങനെ എടുത്ത് ചെയ്യാം. നിലവിളക്കുണ്ടെങ്കിൽ അതും കൂടെ യൂസ് ചെയ്യാം. നിലവിളക്ക് ഞാനിപ്പോൾ പൂജാ റൂമിൽ തെളിയിച്ച് വെച്ചതുകൊണ്ട് ഞാനിവിടെ ചെറിയ വിളക്കുകളാണ് ലക്ഷ്മി പൂജയ്ക്ക് എടുത്തത്. കിണ്ടിയുടെ വെള്ളത്തിൽ പച്ചക്കർപ്പൂരവും പിന്നെ പനിനീരും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ജവാദ് പൗഡർ ഉണ്ടെങ്കിൽ അതും കൂടെ യൂസ് ചെയ്യാം. ഞാനിപ്പം അതെടുത്തിട്ടില്ല. പച്ചക്കർപ്പൂരവും പനിനീരും ജവാദും ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ദൈവികമായ സ്മെല്ല് നമുക്ക് ലഭിക്കുന്നതാണ്. താലത്തിൽ ഞാൻ വെറ്റിലയും പാക്കും പിന്നെ കുറച്ച് നാണയവും വെച്ചിട്ടുണ്ട്. പിന്നെ പൂക്കളും സമർപ്പിച്ചിട്ടുണ്ട്. ഒരു കഷ്ണം പച്ചക്കർപ്പൂരം കൂടെ ഞാൻ ഈ താലത്തിൽ വെച്ചിട്ടുണ്ട്. മഞ്ഞളും കുങ്കുമവും ഉണ്ടെങ്കിൽ അതും നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ്, നിർബന്ധമില്ല. ആദ്യം എണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ തിരിയിടാറ്. ഇവിടെ ഇപ്പോൾ വീഡിയോയും എല്ലാം കൂടെ ആയപ്പം ആകെയൊരു തപ്പിപ്പിടുത്താണ്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തിരിയിട്ടു, എന്നിട്ടാണ് എണ്ണ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. ഞാനിവിടെ എടുത്ത എണ്ണ പഞ്ചദീപ ഓയിലാണ്. പഞ്ചദീപ ഓയിൽ വെച്ചിട്ട് നമ്മൾ ദീപം തെളിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്, നല്ല ഐശ്വര്യമാണ്. 5 തരത്തിലുള്ള ഓയിലുകളാണ് അതിലുള്ളത്. നല്ലെണ്ണ, റൈസ് ബ്രാൻഡ് ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഇലിപ്പൈ എണ്ണ, അതുപോലെ തന്നെ ആവണക്കെണ്ണ. ഇത് ആണ് 5 എണ്ണകൾ. ഇത് നമുക്ക് ദീപം ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു എണ്ണയുണ്ട്. അതേപോലെ ഓം ഭക്തിയോ അങ്ങനെ ഒരു ഓയിലും കൂടെ ഉണ്ട്. ഓൺലൈനിൽ അവൈലബിൾ ആണ്, പിന്നെ ഇൻസ്റ്റാമാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ആ ഒരു എണ്ണ വെച്ചിട്ട് ദീപം തെളിയിക്കുമ്പോൾ നല്ലൊരു ഐശ്വര്യമാണ്. പിന്നെ ഈ ഒരു എണ്ണയ്ക്ക് നല്ലൊരു പ്ലസന്റ് സ്മെല്ലും കൂടെ തരാനായിട്ട് കഴിയും. ആദ്യം വിഘ്നേശ്വരന് വേണ്ടി വിളക്ക് തെളിയിച്ചു. അതിനുശേഷം ലക്ഷ്മി വിളക്ക്, പിന്നെ ബാക്കി വിളക്കുകളാണ് തെളിയിച്ചത്. ലക്ഷ്മി വിളക്കിൽ ഞാൻ നെയ്യാണ് യൂസ് ചെയ്തത്. അതിനുശേഷം ആരതി നെയ്വിളക്ക് കൊണ്ടാണ് ചെയ്തത്. ആദ്യം വിഘ്നേശ്വരനെ നെയ്വിളക്ക് കാണിച്ചു. അതിനുശേഷം ലക്ഷ്മി ദേവിക്ക് ആരതി ഒഴിഞ്ഞു. നമ്മൾ എപ്പോൾ ചെയ്യുമ്പോഴും ഫസ്റ്റ് എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് വിഘ്നേശ്വരനിൽ വേണം തുടങ്ങാനായിട്ട്. അതിനുശേഷം ചന്ദനത്തിരി വെച്ച് നമുക്ക് ആരതി കൊടുക്കാവുന്നതാണ്. ഓരോ ആരതി കൊടുക്കുമ്പോഴും ഗണേശനാണെങ്കിൽ ഗണേശ മന്ത്രങ്ങൾ ഏതെങ്കിലും ചൊല്ലാം. ദേവിക്കാണെങ്കിൽ ഓം ശ്രീം ഹ്രീം മഹാലക്ഷ്മി നമഃ എന്ന് ചൊല്ലിയിട്ട് ആരതി കൊടുക്കാവുന്നതാണ് 3 പ്രാവശ്യം.
അതിനുശേഷം നാരങ്ങ വിളക്ക് കൊണ്ട് ഞാൻ ആരതി ദേവിക്ക് നൽകി. നാരങ്ങ വിളക്ക് ഒറ്റ വിളക്കായിട്ട് കത്തിക്കണമെന്ന് കേട്ടു. അപ്പോൾ 3 വിളക്കായിട്ടാണ് ഞാനിവിടെ കത്തിച്ചത്. 3, 5, 7 അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് നാരങ്ങ വിളക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം കർപ്പൂര ആരതി ആദ്യം ഗണേശനും പിന്നെ ദേവിക്കും നൽകി. പിന്നെ കപ്പ് സാമ്പ്രാണിയാണ് ഞാൻ എടുത്തത്. അത് യൂസ് ചെയ്തിട്ട് ആരതി കൊടുക്കാം. അല്ലാതെ സാമ്പ്രാണി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് പുകയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ കപ്പ് സാമ്പ്രാണിയാണ് എടുത്തത്. ഗണേശന് ഫ്രൂട്ട്സും ദേവിക്ക് പാൽപ്പായസവുമാണ് ഞാൻ നിവേദ്യമായി വെച്ചത്. നമ്മുടെ കൈവശം എന്താണോ ഉള്ളത് അത് എന്തും ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്. എന്തും ചെയ്യുമ്പോൾ ഭക്തിയോടെയും വിശ്വാസത്തോടെയും ചെയ്യണമെന്ന് മാത്രം. അതിനുശേഷം പുഷ്പാർച്ചന ചെയ്തു. ഓം ശ്രീം ഹ്രീം മഹാലക്ഷ്മിയെ നമഃ എന്ന് പറഞ്ഞിട്ടാണ് 108 തവണ ഞാൻ ദേവിക്ക് പൂക്കൾ സമർപ്പിച്ചത്. ലക്ഷ്മിയുടെ ഏത് മന്ത്രങ്ങൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് എടുക്കാം. അഷ്ടോത്തരം അറിയുന്നവർക്ക് അത് ചൊല്ലാം. ലളിതാ സഹസ്രനാമം അറിയുന്നവർക്ക് അത് ചൊല്ലാം. ദേവി മഹാത്മ്യം ചൊല്ലാം. എന്താണോ നിങ്ങൾക്കിഷ്ടം അത് ചൊല്ലി ദേവിയെ പ്രീതിപ്പെടുത്തുക. വളരെ സന്തോഷത്തോടെയും ആത്മസംതൃപ്തിയോടും കൂടി ഈ ഒരു പൂജ എനിക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഒരുപാട് വീഡിയോസ് ഞാൻ റെഫർ ചെയ്തു. മൈ സ്പിരിച്വൽ വർഷിപ്പ് എന്ന ചാനലിലെ ആ ഒരു ചേച്ചി ചെയ്യുന്നത് പോലെയാണ് ഞാൻ ചെയ്തത്. അതാണ് എനിക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് തോന്നിയത്. ലക്ഷ്മി ദേവിക്കായിട്ട് ഈ ഒരു പൂജ നമുക്ക് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ചെയ്യാം. അതല്ല വെള്ളി ദിവസങ്ങളിൽ മാത്രമായിട്ടും ചെയ്യാം. 3, 5 അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് അതിനനുസരിച്ച് ഈ ഒരു പൂജ ചെയ്യാവുന്നതാണ്. ഈ ഒരു പൂജ ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സമാധാനവും നമ്മുടെ മനസ്സിന് നല്ലൊരു പോസിറ്റിവിറ്റിയും നമുക്ക് കിട്ടുന്നതായിട്ട് അനുഭവപ്പെടും. പുഷ്പങ്ങൾ 108 തവണ നമ്മൾ ദേവീ മന്ത്രങ്ങൾ ചൊല്ലി സമർപ്പിക്കേണ്ടതാണ്. അങ്ങനെ എൻ്റെ ലക്ഷ്മി പൂജ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നിവേദ്യം എടുക്കാവുന്നതാണ്. ഒരു 3 പ്രാവശ്യം സ്വയം പ്രദക്ഷിണം ചെയ്ത് ദേവിയോട് മനസ്സറിഞ്ഞ് മനസ്സുരുക്കി പ്രാർത്ഥിക്കാവുന്നതാണ്. സകല ദുരിതങ്ങളും മാറ്റി എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഐശ്വര്യങ്ങളും തരണമേ ദേവി എന്ന് മനസ്സുരുക്കി നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മുടെ പ്രാർത്ഥന ദേവി കേൾക്കും. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവണേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മൾ മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മുടെ എല്ലാവരും അനിയന്മാരും അനിയത്തിമാരും ഭർത്താവിൻ്റെ വീട്ടിലുള്ള എല്ലാവരും നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും നല്ലത് വരുത്തണേ. എല്ലാവരും നല്ല രീതിയിൽ നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരല്ലോ, അവരും നന്നായിരുന്നാലേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ദേവിയോട് പ്രാർത്ഥിക്കുക. എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഞാനിതിലിപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നത് എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കമൻസിലൂടെ പറയുക. ഞാനതൊക്കെ തിരുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.